രായിട്ടോ ഞാൻ റെഡിയുണ്ട്. ഞാൻ ഇപ്പൊ ഇറങ്ങാം കേട്ടോ. എന്താ അച്ഛൻ പിരിവിന് പോട്ടാ? അയ്യോ ആ കാര്യം മറന്നു ഞാൻ. ഒരു കാര്യം ചെയ്യ്, നീ അമ്മയും കൂടി പൊക്കോ. അച്ഛനെ വേറെ പിരിവിന് പോകണം, അല്ലെങ്കിൽ തന്നെ പിരിവിന് ആൾക്കാരില്ല. അവളോട് പറഞ്ഞാൽ മനസ്സിലാവും കാര്യം കേട്ടോ. ശരി. നല്ലതായിട്ടോ നമ്മള് മാത്രമല്ലോ. ഇപ്പൊ ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. വൈകുന്നേരം വെടിക്കെട്ടിന് പൈസ കൊടുക്കണം. നടക്ക ഏട്ടോ പിരിവ് കമ്മിറ്റി എന്ന് പറഞ്ഞ ആൾക്കാരെ ഉണ്ടാക്കുമ്പോ 10-40 ആൾക്കാരെ പേരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പിരിവിന് പോകാനാണെങ്കിൽ ആകെ 2-3 ആൾക്കാരും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ ചന്ദ്ര. എല്ലാ കൊല്ലും ഇതന്നെയല്ലേ പതിവ്. ആരും ഒരു കാര്യത്തിനും വരില്ല. ആദ്യം ഉണ്ണിയേട്ടന്റെ വീട്ടിൽ തന്നെ കയറാം. ഏട്ടോ ആദ്യം തന്നെ ആളുടെ അടുത്ത് പോയി തലവയ്ക്കണോ? ഇത് 4ാമത്തെ പ്രാവശ്യം കിട്ടി. അതന്നെ പറഞ്ഞത്. വരാ ഉണ്ടാവോ ആയ കൂട്ടില കേട്ടോ. എന്താ വിശേഷം? വേനയുടെ പിരിവിന് എന്താ 2 ദിവസം ഇവിടെ വന്നിരുന്നു അല്ലേ? റെസിപ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നും ഉണ്ടാവുന്നില്ല. പിന്നെ 2 പ്രാവശ്യം വന്നു, അന്നുണ്ടാവുന്നില്ല. ഒന്ന് കഴിഞ്ഞ കാശ് ഉണ്ടാവുന്നില്ല. ഇത് 4ാമത്തെ പ്രാവശ്യ. ഇനി നിങ്ങളെ നടത്തല്ലേ, ഉണ്ടെങ്കിൽ എടുത്ത് തന്നോളൂ. വേറെ കുറെ വീടുകൾ കയറാനുള്ളതാ. എത്ര എഴുതിയിരിക്കുന്നത്? റെസിപ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, നോക്കിയില്ലേ? എത്ര എഴുതിയിരിക്കുന്നത്? അധികമൊന്നും എഴുതിയിട്ടില്ല. ആ റെസിപ്റ്റിൽ എഴുതിയത് മാത്രം തന്നാ മതി. 3000. കഴിഞ്ഞ പ്രാവശ്യം 2000 ആയിരുന്നു, ഇപ്പൊ 3000 ആക്കി. 1000 റുപ്യ കൂടുതൽ എഴുതിയിട്ടുള്ളൂ. എന്തിനാ 1000 കൂട്ടി? കൊല്ലൊന്നും കഴിഞ്ഞില്ലേ, എല്ലാത്തിനും വില കൂടുതലേ. വെടിക്കെട്ടിനും പന്തലിനും ഒക്കെ ചാർജ് കൂടിയുണ്ട്. അല്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ വെടിക്കെട്ട് നടത്തി കാശ് കത്തിച്ചോളെ? ഈ ലോകത്ത് ആൾക്കാരൊക്കെ ടെൻഷൻ അടിച്ചാ ജീവിക്കുന്നത്. ഇപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷ നേടാനുള്ള മാർഗങ്ങളാണ് ഈ ഉത്സവങ്ങളും ആഘോഷങ്ങളും. ആ കാശുണ്ടെങ്കിൽ എത്ര പാവങ്ങളെ സഹായിക്കാം. അത് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എല്ലാവരെയും പറ്റണ പോലെയൊക്കെ സഹായിക്കുന്നുണ്ട്. ഇത് ആഘോഷല്ലേ, ജീവിതത്തിൽ ആഘോഷം വേണ്ടേ? ആൾക്കാരൊക്കെ ഒത്തുകൂടി ഉണ്ടാകുന്ന ഒരു കൂട്ടായ്മ തന്നെ ഒരു പ്രത്യേക എനർജി അല്ലേ? എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ കാശൊന്നും തരാം, കൂടുതൽ ചോദിക്കാം. അങ്ങനെ പറയല്ലോ ഉണ്ണേട്ടാ. ഈ കമ്മിറ്റിക്കാർ കുറച്ചു പേർക്ക് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ, ദേശക്കാർക്ക് കൂടി വേണ്ടിയിട്ടല്ലേ. എല്ലായിടത്തും നമ്മുടെ ദേശം തലപൊക്കി നിൽക്കണം. വേല നന്നായാലേ ദേവിയുടെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുള്ളൂ. ഞാനും കുറെ വേല നടത്തിയിട്ടുണ്ട്. അന്നൊന്നും ഇത്ര ചെലവുമില്ല, തിരിവുമില്ല. അതൊക്കെ എനിക്കറിയാം എന്താ വേണ്ടത്. എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കഴിഞ്ഞ താമസക്കാരൻ ഉണ്ടായിരുന്ന മാത്രം തരുള്ളൂ. ഞാൻ പൈസ എടുത്ത് കൊടുത്താൽ. എന്താ ആളുടെ അലക്ക്? ആള് വേല നടത്തിയിട്ടുണ്ട്. ഇത്ര ആള് വേല ഒന്ന് കണ്ടിട്ടുണ്ടാവും. അതിപ്പോഴും വെടുപ്പായിട്ടുണ്ടാവും. ആ സ്റ്റേറ്റ് പാടുന്ന വെടിക്കെട്ടുന്ന സമയത്ത് ആ ചാല് വരുമ്പോ കുറെ കൂട്ടുകാരന്മാരും വിളിച്ചിട്ട് ഇതൊക്കെ ഞാനാ നടത്തലെന്നുള്ള ഭാവാളുടെ. ആളെ വെടിക്കെട്ട് കത്തിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ? വേലയ്ക്ക് നോക്കോ, കുപ്പി എത്രയോടെ പൊട്ടിക്കണെന്ന് അറിയോ? അതിനൊന്നും ആൾക്കൊരു കാശുമില്ല, കണക്കൂല്ല. നമ്മളൊരു 10 രൂപ പിരിവ് കൂടുതൽ ചോദിച്ചാലാണ് ആൾക്ക് ബുദ്ധിമുട്ട്. ഒരിക്കൽ 4 ആളുള്ള മുമ്പിലാള് എഴുതി നോക്കുമ്പോ ഒരല്ലക്ക് ഞാൻ ഒന്നില്ലെങ്കിൽ അയാൾ പിരിവ് കൂട്ടി തരും, അല്ലെങ്കിൽ അത് ഇല്ല. അങ്ങനെ തന്നെ വേണം. ഏട്ടോ ഒരു കാര്യം ചെയ്യേ, ഒരു 4 ആളെയും കൂടി വിളിക്കേ. നമ്മൾ 2 ആള് തന്നെ പോയിട്ട് കാര്യമില്ല. പിന്നെ കണ്ടില്ലേ, കാശ് കിട്ടില്ല. നമ്മൾ വിളിക്കേ. 4 ആളുണ്ടെങ്കിലാണ് വിളിക്കേ. ആ രവി ഉണ്ടാവും അവിടെ, ഉള്ളവരെ വിളിക്കേ. അതെ, ആരും ഇല്ലാതെ ഞങ്ങൾ 2 ആൾ മാത്രമല്ലേ ഉള്ളൂ. ആ രവിനും കൂടി കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരുമോ? നമുക്കത് അങ്ങോട്ട് അവസാനിപ്പിക്കാം. ഞങ്ങൾ അമ്പലത്തിന്റെ അവിടെ ഉണ്ട്, വേഗം വരുമോ? ശരി, ഇപ്പൊ എടുത്തോളൂ എടുത്തോളൂ. എന്താ ഭവനിമേ വഴിയിൽ നിൽക്കണേ?
പിരിവുകാര് വരെ 2 പ്രാവശ്യമായി അവര് തരുന്നു. ഇന്നെങ്കിലും അവർക്ക് കൊടുക്കണ്ടേ? അവിടെയും പിരിവ് എടുത്തു വെച്ചിട്ടുണ്ട്. ഉടനെ വന്നിട്ട് വേണം കൊടുക്കാൻ. ഇന്ന് പാല് സൊസൈറ്റിയിൽ ഇല്ല. അപ്പോ പാല് മകൾക്ക് വരണ്ടേ? ചായ കൊടുക്കുന്നു, ബാക്കി പിരിവാർക്കും കൊടുക്കുന്നു. മോള് വന്നിട്ടില്ല കേട്ടോ. മോള് വന്നു കഴിഞ്ഞാൽ ഞാൻ 200 രൂപ മുഴുവനായിട്ട് ഞാൻ അമ്പലത്തിലേക്ക് ഇങ്ങനെ എത്തിക്കുന്നത്. നിങ്ങളെ ഞങ്ങൾ നടത്തിക്കില്ല കേട്ടോ. എനിക്ക് വിഷമമുണ്ട് നിങ്ങൾ ഇങ്ങനെ വരുമ്പോ. അപ്പൊ ശരി, അങ്ങനെ ആവട്ടെ കേട്ടോ. ശരി ഇപ്പൊ കേട്ടോ. അമ്മയുടെ അടുത്തുനിന്നാ വരണേലേ. ഞാൻ എത്താൻ ഇത്തിരി വൈകി. എഴുതിയ കാശ് മുഴുവനായിട്ടുമുണ്ട്. ഒക്കെ ചില്ലറയായിട്ടാ കിട്ടിയേക്കണത്. എന്നെ എടുത്തോളൂ. നമ്മുടെ മാമാങ്കം നന്നാവട്ടെ. ഇതിപ്പോ എന്താ ചോറ ചില്ലറയിട്ട് തന്നേക്കണല്ലേ. ചില്ലറ ഒന്നും പോകുന്ന നമുക്ക് കിട്ടാനില്ല. എല്ലായിടത്തും നോട്ടുള്ളൂ. ഇതെന്തത്? 200 രൂപയല്ലേ പറഞ്ഞിട്ടുണ്ടാവും? അല്ലാതെ 200 നല്ലത്. 1300 രൂപയുണ്ട്. ഇതിലൊരു 500 രൂപയുണ്ട്. ഇതിലൊരു 200 രൂപ ചില്ലറയുണ്ട്. 2000 200 രൂപയല്ലേ നമ്മൾ എഴുതിയിട്ടുള്ളൂ. അതെ, പിന്നെ 2000 തന്നേക്കണേ. അല്ല നമുക്കിത് കൂടുതൽ വേണ്ട, അവിടെ തന്നെ കൊടുക്കാം. എന്തായാലും നോക്കാം. ഭവാനിയമ്മേ, അയ്യോ നിങ്ങൾ പോയില്ലേ? പിന്നെ എന്തിനാ വന്നേ? വല്ലതും മറന്നു വെച്ചു? മറന്നു വെച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ പൈസ തിരികെ തരാൻ വന്നതാ. ഏത് പൈസ? മോള് തന്ന പൈസേ. എന്റെ മോളോ? എന്റെ മോള് വന്നിട്ടില്ലല്ലോ. അമ്മയുടെ മോള് തന്ന പൈസ. എന്റെ മോളോ? ആ വരുന്നതാണ് എന്റെ മോള്. ഈ മോളാണ് നിങ്ങൾക്ക് കാശ് തന്നത്? ഈ മോളല്ലല്ലോ. എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഇതാ എനിക്ക് ഒരേ ഒരു മോളേ ഉള്ളൂ. മോള് കാശ് കൊടുത്തിട്ടുണ്ടോ അവർക്ക്? ഇല്ലമ്മേ, ഞാനിപ്പോ വരണ വഴിയാ. ഇവർക്ക് കൊടുക്കാനുള്ള പൈസ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പൈസ എന്താ? ഇനിയിപ്പോ ആരെങ്കിലും തെറ്റി തന്നാവോ? നമുക്ക് ആകം നോക്കിയാലോ? നിങ്ങൾ വരുന്ന സമയത്ത് വല്ല സ്ത്രീ കടന്നു പോണ കണ്ടു? കണ്ടില്ല. നിങ്ങൾ അകലേന്ന് വീട്ടിലേക്ക് നടന്നു വരുന്നത് ഞാൻ കണ്ടുല്ലോ. അതെയോ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആകം നോക്കാം. അങ്ങനെ സ്ത്രീ ഉണ്ടോന്നൊന്നും അറിയണല്ലോ. എന്തായാലും കാര്യം ചെയ്യോ, ആ റെസിപ്റ്റ് എടുക്കൂ, പേര് എഴുതി തരാം. ഏയ്, 2000 രൂപ റെസിപ്റ്റ് ആണല്ലോ. ഇതാണ് ഈ പേര് എഴുതിയിട്ടില്ല. ഇവിടെ വേറെ വല്ല റെസിപ്റ്റ് ഇരിക്കുന്നു? ഇവിടെ ആകെ ഈ ഒരു റെസീറ്റ് തന്നെ ഉള്ളൂ. 2000. ഈ കാര്യം ചെയ്യാ, ആൾക്കാർ ഒരു 200 രൂപയുടെ റെസിപ്റ്റ് എഴുതി കൊടുക്കും. നല്ലതായിട്ട് ഇപ്പം എന്താ ചെയ്യുക? വല്ലാത്തൊരു തലവേദനയായില്ലോ അത്. ഇതിപ്പോൾ വല്ല 10 രൂപ 20 രൂപയ്ക്കാണ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും 2000 രൂപ എന്ന് പറയുമ്പോൾ വേല കമ്മിറ്റിക്ക് ഒരു കണക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഉള്ളതാണ്. ആണിപ്പോ നമ്മളിപ്പോ എങ്ങനെ ഇത് ഇപ്പോ എഴുതാനും പറ്റാത്തൊരു കണ്ടീഷനായല്ലോ. നമുക്കിപ്പോ ഒരു കാര്യം ചെയ്താലോ, ഇത് ബെണ്ണാരത്തിലിടാലോ. പക്ഷെ ബെണ്ണരത്തിലിടാനല്ലോ അത്രയും പൈസ തരും പ്രത്യേകം പറഞ്ഞു. വേല നന്നായി നടക്കട്ടെ അതിനുള്ളതെന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നത്. വേലക്ക് തന്നിട്ടുള്ള പൈസയാണ്. നമുക്കിതൊരു അഡ്രസ് ഇല്ലാതെ നമ്മൾ എഴുതുക. പിന്നെ ഇതിപ്പോൾ ആരുടെ പേരിൽ എഴുതുക നമ്മൾ? ഞാൻ പറയാം, എഴുതിക്കോളൂ. തിരുവാണിക്കാവിലെ നല്ലമ്മ. നമ്മുടെ മാമാങ്കം നന്നായി നടക്കട്ടെ.
എന്തെങ്കിലും സൗണ്ട് കേട്ടു കേട്ടോ? അങ്ങനെ എഴുതുവാന്നോ? അങ്ങനെ തന്നെ എഴുതാം. അങ്ങനെ തന്നെ എഴുതാം. വേല നടത്താൻ വേണ്ടി തിരുവാണിക്കാവുമ്പോ നമുക്ക് എന്നുള്ള പൈസ നമുക്ക് തന്ന പൈസ അല്ലേ എഴുതാം. കൊടുങ്ങല്ലൂരിൽ നിന്നും കുടയിലേറി മച്ചാട്ടിൽ വന്നമരും ദേവിയമ്മ, തിരുവാണിക്കാവിലെ നല്ലമ്മ, മക്കളെ കാക്കും ദേവിയമ്മ, മക്കളെ കാക്കും ദേവിയമ്മ. കൊടുങ്ങല്ലൂരിൽ നിന്നും കുടയിലേറി മച്ചാട്ടിൽ വന്നമരും ദേവിയമ്മ. ഭക്തർക്കെന്നും ആശ്രയമായി ദേശം വാഴും ദേവിയമ്മ, ശക്തി സ്വരൂപിണി സ്നേഹമയി, തിരുവാണിക്കാവിലെ നല്ലമ്മ, തിരുവാണിക്കാവിലെ നല്ലമ്മ. കൊടുങ്ങല്ലൂരിൽ നിന്നും കുടയിലേറി മച്ചാട്ടിൽ വന്നമരും ദേവിയമ്മ, തിരുവാണിക്കാവിലെ നല്ലമ്മ, മക്കളെ കാക്കും ദേവിയമ്മ, മക്കളെ കാക്കും ദേവിയമ്മ.